മുന്നോട്ട് മുന്നോട്ടിനിയും മുന്നോട്ട് ചമ്പടയുണ്ട് പിന്നാലെ ചമ്പടയുണ്ട് പിന്നാലെ ചമ്പടവാദങ്ങൾ അഭിവാദ്യങ്ങൾ 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 വിവാദങ്ങൾ അഭിവാദ്യങ്ങൾ 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 മലപ്പുറത്തിൻ സുൽത്താനെ മലപ്പുറത്തിൻ സുൽത്താനെ മലപ്പുറത്തിൻ സുൽത്താനെ മലപ്പുറത്തിൻ സുൽത്താനെ തമ്മലിന്റെ അഭിവാദ്യങ്ങൾ തമ്മലിന്റെ ഇനിയും മുന്നോട്ട് മുന്നോട്ടിനിയും മുന്നോട്ട് ചമ്പടയുണ്ട് പിന്നാലെ ചമ്പടയുണ്ട് പിന്നാലെ ചമ്പടവാദങ്ങൾ അഭിവാദ്യങ്ങൾ 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 വിവാദങ്ങൾ അഭിവാദ്യങ്ങൾ 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 മലപ്പുറത്തിൻ സുൽത്താനെ മലപ്പുറത്തിൻ സുൽത്താനെ മലപ്പുറത്തിൻ സുൽത്താനെ മലപ്പുറത്തിൻ സുൽത്താനെ തമ്മലിന്റെ അഭിവാദ്യങ്ങൾ തമ്മലിന്റെ എരപ്പൻ കരുതിയതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ജോലി പോയി, ജോലി രാജിവെച്ചു, MLA ആയി, മന്ത്രിയായി, അവസാനം പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ കാവുംപുറത്തെ ചായപ്പീടിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു വഴിയുമില്ല, ഒരു പണിയുമില്ല, ഈ ചായ ഇങ്ങനെ ഈ ചായപ്പീടിയിൽ വന്ന് നിന്ന് എത്ര ദിവസം കുടിക്കും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ രാത്രി കിടന്നപ്പോഴാണ് ഭാര്യ പറഞ്ഞു കൊടുത്തത്, നിങ്ങളൊരു മെമ്പർഷിപ്പ് എടുക്ക്, 10-20 വർഷമായില്ലേ ഇവരെ കൂടെ നടക്കുന്നത്, ഇനി ഒരു മെമ്പർഷിപ്പ് എടുക്ക്, അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് കേട്ടപ്പോൾ ജലീലും കരുതി, ഓ നല്ലൊരു ആശയമാണല്ലോ, ഇത് നല്ലൊരു ഐഡിയ ആണ്, ഇത് തനിക്കൊന്ന് സജീവമാക്കാൻ, എന്തിൻ്റെയെങ്കിലും ഒരു പേരിൽ ഒന്നുകൂടി ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ പുതിയ ഒരു വഴിയാണ് എന്ന് കരുതിയിട്ടാണ് ജലീൽ ഈ പറയുന്ന മെമ്പർഷിപ്പ് ഔദ്യോഗികമായിട്ട് എടുത്തത്. ആ മെമ്പർഷിപ്പ് ഔദ്യോഗികമായി എടുത്തതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഏതാണ്? ചെമ്പ് 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 ഏത് ചെമ്പ്? ബിരിയാണി ചെമ്പ്. ഏത് ബിരിയാണി ചെമ്പ്? സ്വർണം കടത്തിയ ബിരിയാണി ചെമ്പ്. മനസ്സിലായില്ലേ? മന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയന് വേണ്ടിയിട്ട് സ്വർണം കടത്തിയത് ജലീലായിരുന്നു. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയത് 2 വഴികളാണ് ഉപയോഗിച്ചത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്താൻ. ഒന്ന് ബിരിയാണി ചെമ്പിനകത്ത്, മറ്റൊന്ന് മുസ്ഹഫുകൾക്ക് നടുവിലായിട്ട്, ഉള്ളിലായിട്ട്. മുസ്ഹഫുകൾ കൊണ്ടുവന്ന പെട്ടിയിൽ, ആ പെട്ടിക്കുള്ളിൽ സ്വർണം. ഒന്ന് ബിരിയാണി ചെമ്പിൽ. ഈ 2 വഴിയിലൂടെയാണ് ജലീൽ എന്ന് പറയുന്ന പിണറായി വിജയന്റെ വിശ്വസ്തനായ അനുയായി പിണറായി വിജയന് വേണ്ടി സ്വർണം കടത്തിയത്. ആ ചെമ്പ്, ചെമ്പടാ ഇത് ചെമ്പടാ, ചെമ്പ് ആടാ ഇത് ചെമ്പ് ആടാന്നാ പറയുന്നത്. ചെമ്പടാ ഇത് ചെമ്പടാ, ബിരിയാണി ചെമ്പടാ, സ്വർണം കടത്തിയ ബിരിയാണി ചെമ്പാടാ, ബിരിയാണി ചെമ്പാടാന്നാ പറയുന്നത്. ബിരിയാണി ചെമ്പാണടോ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ജലീൽ കരുതിയതുപോലെ തന്നെ, അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുക. തവനൂരിൽ 8 നിലയിൽ പൊട്ടിയിട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ, ഒരു പണിയുമില്ലാതെ, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഇങ്ങനെ ചായപ്പൊടിയിൽ ഇരിക്കുകയായിരുന്നു. ആ ചായപ്പൊടിയിൽ നിന്നൊരു മോചനം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ എരപ്പൻ ജലീലിന്, അല്ലേ? അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം ഇന്നലെ ജലീലിൻ്റെ ഒരു പ്രതികരണം ജനങ്ങൾ നൽകിയ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനുണ്ടായ ഭൂരിപക്ഷം മലപ്പുറം ജില്ലയിൽ എല്ലാം 1,50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷങ്ങളായിരുന്നു എല്ലാവരുടേതും. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് 82,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജലീൽ പറയുന്നത്, അത് ലീഗ് ഇനി എന്ത് തോന്നിവാസവും ചെയ്യും, ജനങ്ങൾ അവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇവനിപ്പോൾ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഇത്രയും നാൾ പിണറായി വിജയന്റെ ആസനം താങ്ങി നടന്നവൻ ഇപ്പോൾ ഒരു ലൈസൻസ് എടുത്തിരിക്കുകയാണ്. ഇനി മുതൽ ഇവൻ സഖാവാണ്, സഖാവ് എരപ്പൻ ജലീൽ. ഇത്രയും നാൾ LDF സ്വതന്ത്രൻ എരപ്പൻ ജലീൽ എന്നായിരുന്നെങ്കിൽ ഇനി സഖാവ് എരപ്പൻ ജലീൽ എന്നുള്ളതാണ്. അപ്പോൾ ആ എരപ്പത്തരം ഒന്നുകൂടി ശക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് ദിവസം, മെയ് 4 മുതൽ കഴിഞ്ഞ കുറച്ച് ദിവസക്കാലം മൂലക്കായിരുന്നു. അപ്പോൾ മൂലക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ ഈ പറയുന്ന കാവുംപുറത്തെ ചായപ്പീടിയിലായിരുന്നു പരിപാടി. അത് നിർത്തി, ലൈസൻസ് എടുത്തു, മെമ്പർഷിപ്പ് എടുത്തു,
ഇനി എന്താണ്? ഇനി നിർത്താതെ കൊരക്കണം, യജമാനനെ സുഖിപ്പിക്കണം, യജമാനന് വേണ്ടിയിട്ട് കുരച്ചുകൊണ്ടേയിരിക്കണം. ആ കുര തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതിന് കൂട്ടായിട്ട് ഈ ബിരിയാണി ചെമ്പും സ്വർണവും ഒക്കെ അകമ്പടിയായിട്ട് കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗിനോടുള്ള വിരോധം അതാണ്. ഇത് വിരോധം എന്നൊന്നും പറഞ്ഞാൽ മതിയാവില്ല. ഉള്ളിൻ്റെ ഉള്ളിലൊരു പകയാണ്, ഒരു വൈരാഗ്യമാണ്. ഈ തോൽവിയിൽ ജലീൽ തോൽവിയെ ഇപ്പോഴും ഫേസ്ബുക്ക് കുറിപ്പൊക്കെ ഇട്ടു, തോൽവി അംഗീകരിക്കുന്നു, VS ജോയിക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മെയ് 4 തന്നെ 12 മണി ആവുന്നതിന് മുമ്പ് ഒരു 5-8 റൗണ്ട് എണ്ണാൻ ബാക്കിയുള്ളപ്പോൾ തന്നെ ജലീൽ ഞാൻ ഫേസ്ബുക്ക് കുറിപ്പൊക്കെ ഇട്ടു അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ അംഗീകാരം ഫേസ്ബുക്കിൽ മാത്രമേ ഉണ്ടായുള്ളൂ, മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇപ്പം ലീഗുകാരെ കാണുമ്പോൾ ജലീലിൻ്റെ മനസ്സിൽ ഈ പറയുന്ന കാവുംപുറത്തും തവനൂരിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ ലീഗുകാരെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്താ? അവൻ്റെ മോന്തയടിച്ചൊന്ന് പൊട്ടിക്കണം. അത്രമാത്രം പകയുണ്ട്, അത്രമാത്രം വൈരാഗ്യവും ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷെ നടക്കുമോ? നടക്കൂല എന്ന് ജലീൽ തന്നെ അറിയാം. അപ്പോൾ എന്താ പിന്നെ പരിപാടി? പിന്നെയുള്ള പരിപാടി കൈകൊണ്ട് അടിച്ച് പൊട്ടിക്കേണ്ട മോന്ത അടിക്കുന്നതിന് പകരം നാവ് കൊണ്ട് ഇങ്ങനെ ചലച്ചോണ്ടിരിക്കുക, നാവ് കൊണ്ട് ചലച്ചോണ്ടിരിക്കുക, ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുക. യജമാന സ്നേഹം കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ യജമാനൻ്റെ വിനീത ഭൃത്യനാവാൻ വേണ്ടിയിട്ട്, അനുസരണയുള്ള അടിമയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പണി എടുത്തുകൊണ്ടിരിക്കുക. ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഇതൊക്കെ കണ്ടിട്ടാണ് ഉണ്ടായ ജോലി, കോളേജിലെ അധ്യാപകൻ പ്രൊഫസർ എന്നുള്ള ജോലി രാജിവെച്ചത് ഈ പറയുന്ന കസേരകളൊക്കെ കണ്ടിട്ടാ. അപ്പോൾ ആ കസേരകൾ കണ്ടിട്ട് ജോലി രാജിവെച്ചു, ജോലി പോയി. MLA സ്ഥാനം ഉണ്ടോ? MLA സ്ഥാനമില്ല. ഇനിയിപ്പോൾ ജലീൽ നോട്ടെടുന്നത് എന്താ? വരുന്ന 5 വർഷക്കാലം, വരുന്ന 5 വർഷക്കാലം എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണം, 5 വർഷക്കാലം കഴിഞ്ഞിട്ടുള്ള കസേര തനിക്ക് കിട്ടുമോ, മത്സരിക്കാനൊരു സീറ്റ് കിട്ടുമോ, സ്ഥാനാർത്ഥിയാക്കുമോ? അപ്പോഴും ജലീലിന് പ്രതീക്ഷ ഉണ്ട്. കാരണം എന്താ? ആ പ്രതീക്ഷകൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെമ്പർഷിപ്പ് കൂടി എടുത്തത്. പ്രതീക്ഷ മറ്റൊന്നുമല്ല, ഒന്നാമത് മലപ്പുറം ജില്ലയിലാണ്. ഈ ജില്ലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം ഉണ്ട് എന്നുള്ള പ്രത്യേകതകൾക്കപ്പുറം ജലീൽ നോക്കിക്കാണുന്ന ഒരു പ്രത്യേകത, മലപ്പുറം ജില്ലയിൽ CPM-നും LDF-നും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലാത്ത ഒരു പഞ്ഞം, സ്ഥാനാർത്ഥി ക്ഷാമം, അത് നന്നായിട്ട് അനുഭവിക്കുന്ന ഒരിടമാണ്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ CPM സാധാരണ ചെയ്യുന്നത് ചാക്കെടുത്തിറങ്ങല. ആരെങ്കിലും വിമതനായിട്ട് നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ മുസ്ലിം ലീഗ് സീറ്റ് നൽകാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും ഒരു എന്താ പറയേണ്ടത്, ഒരു അതൃപ്തിയുമായിട്ട് നിൽക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഒരു ഇഷ്ടക്കുറവുള്ള ആരെങ്കിലും അപ്പുറത്ത് നിൽക്കുന്നുണ്ടോ? അവരെയൊക്കെ എങ്ങനെയെങ്കിലും ചാക്കിട്ട് പിടിക്കാനുള്ള പണിയുമായിട്ട് CPM ഇറങ്ങാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും പണച്ചാക്കുകൾ, ഏതെങ്കിലും ഗൾഫിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ, അവരെയൊക്കെ നാട്ടിലെത്തിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മത്സരിപ്പിക്കാൻ ഉള്ള ഒരു പരിപാടി. കാരണം ഈ ഗൾഫിലൊക്കെ ബിസിനസ് നടത്തുന്ന ആളുകളൊക്കെ നാട്ടിൽ ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, പൊതുപ്രവർത്തനങ്ങളിലൊക്കെ വലിയ ഭാഗമാകും. അവർ ഗൾഫിലാണെങ്കിലും അവരുടെ പണങ്ങൾ കൃത്യമായിട്ട് നാട്ടിൽ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ എത്തും. അപ്പോൾ അവരുടെ പേരുകളൊക്കെ നാട്ടിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളായിരിക്കും. അത്തരക്കാരെ നാട്ടിലെത്തിച്ച് മത്സരിപ്പിക്കുക. അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ ആരെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും ഒരു അതൃപ്തിയോടുകൂടി സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ മത്സരിക്കാൻ സീറ്റ് നൽകും എന്ന് പ്രതീക്ഷയിൽ നിന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ സീറ്റ് കിട്ടിയില്ല. അങ്ങനെയൊക്കെ ആളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചാക്കിട്ട് പിടിക്കുക. ഇത്തരം അവസ്ഥകളുമായിട്ട് നടക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് കൂടി എടുത്തത് കൊണ്ട്, സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാധ്യതകൾ കുറവാണ്. പക്ഷേ മെമ്പർഷിപ്പ് കൂടി എടുത്തത് കൊണ്ട് തനിക്ക് സീറ്റ് നൽകും എന്നുള്ള പ്രതീക്ഷയിലാണ് KT ജലീൽ ഈ പറയുന്ന മെമ്പർഷിപ്പ് എടുത്തത് തന്നെ. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ 20 വർഷമായിട്ട് 2006 മുതൽ തുടങ്ങിയ ഈ ഏർപ്പാട് 2026 ആകേണ്ടി വന്നു. ഒന്ന്
എന്തെടുക്കാൻ, മെമ്പർഷിപ്പ് എടുക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് സ്വതന്ത്രനായി നിന്നത് എന്തുകൊണ്ടാ? ഒരു 100% CPM-കാരനാവാൻ തനിക്ക് സാധിക്കില്ല എന്നുള്ള ഒരു ബോധ്യം ജലീലിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാ. പക്ഷെ ഇപ്പോൾ ആ ബോധ്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആ ബോധ്യങ്ങളിലൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം മറ്റൊരു ബോധ്യമുണ്ട്. 2031 ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിയായെങ്കിലും ഒന്ന് പരിഗണിച്ച് കിട്ടണമെങ്കിൽ ഈ സ്വതന്ത്ര കാർഡ് കൊണ്ട് നടക്കൂല. അവിടെ മെമ്പർഷിപ്പ് വേണമെന്നുള്ളത്. എന്താണെങ്കിലും മെമ്പർഷിപ്പും എടുത്തു. ഇപ്പം ബിരിയാണി ചെമ്പും വന്നു. ഏത്? സ്വർണം കടത്തിയ ബിരിയാണി ചെമ്പ്. ആ ചെമ്പിൻ്റെ അടിഭാഗത്ത് അവിടെയൊക്കെ സ്വർണം ഇനിയൊന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ ആ സ്വർണം ഉരുക്കിയെടുത്തതിൻ്റെ അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുക്കിയെടുത്താൽ ഈ 5 വർഷം തള്ളി നീക്കാൻ പറ്റും. സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില? നല്ല വിലയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുക്കിയെടുത്ത് തൽക്കാലം ഈ 5 വർഷം തള്ളിക്കളയുക. ആ 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സീറ്റ് അത് ഉറപ്പിക്കുക എന്നുള്ളതാണ് KT ജലീലിൻ്റെ ലക്ഷ്യം. അത്ര വെടിപ്പായ ലക്ഷ്യമല്ല. നല്ല 1-ാം തരം മുനാഫിക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.